എന്റെ പൈസ എന്റെ പൈസ ഇങ്ങോട്ട് പൈസ. അയ്യോ കള്ളൻ കള്ളൻ ഓടി വരണേ. അയ്യോ ഓടി വരണേ. അയ്യോ ഓടി വരണേ. നീ എന്നാ മുങ്ങിയെടുക്കണം. 3 മാസമായി നീ വീടിന്റെ വാടക തന്നിട്ട്. അത് പിന്നെ ചേട്ടാ പണിയൊക്കെ വളരെ കുറവായിരുന്നു. കുറച്ച് സാവകാശം തന്നു. ഞാൻ 2-3 ദിവസത്തിന്റെ ചേട്ടന്റെ പൈസ തന്നു തീർത്തോളാം. അതൊന്നും എനിക്കറിയണ്ട. ഇന്ന് ഒരു ദിവസം കൂടി നിനക്ക് സമയം തരും. നാളെ വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് കാശ് തന്നില്ലെങ്കിൽ പിന്നെ നീ ആ വീട്ടിൽ കിടക്കാന്ന് വിചാരിക്കണ്ട. സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് ഇടും. അളിയ ഞാനൊന്ന് പറയുന്നത് കേക്ക്. അളിയന്റെ പൈസ ഞാൻ ഒരാഴ്ചക്കകം തന്നിരിക്കും. നിങ്ങളിത് പറയുന്നവരോട് കാലം കുറയായില്ലേ അളിയ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അടുത്ത ആഴ്ച എന്റെ പണം കിട്ടിയില്ലെങ്കിൽ പെങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അളിയ ചേട്ടാ ആ ഒരു സോഡ. ആ ചേച്ചി പൈസ റെഡി ആയിട്ടുണ്ട്. ആ അതൊക്കെ കിട്ടി ചേച്ചി. ഞാൻ വന്നിട്ട് പറയാം. ഞാൻ ഒരു അരമണിക്കൂറിനുള്ള അവിടെ എത്തും. ചേട്ടാ പൈസ. കാശാള് அண்ணே இந்த பிரெட்டுக்கு எவ்வளவு ஆகும்? 50 രൂപ ഇറക്ക. என்கிட்ட காசு இல்லண்ணா, ஒரு பிரெட் கொடுக்குமா? പൈസ ഉണ്ട് എന്റെ കയ്യില്. ഇല്ലി പോയാർക്കാ അഞ്ചന മെനക്കെടുത്താണ്ട്. ചേട്ടാ ഇവിടെ ഇരുന്ന് അങ്ങനെ ഒരു പൊതി കിട്ടിയേട്ടാ. മതിയോ? എന്ത് മതി? അതിൽ കുറച്ച് പൈസ ആയിരുന്നേ. എൻ്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി വെച്ചിരുന്ന കാശാ. ആ കാശ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ അമ്മ. അയ്യോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അടുത്ത ആഴ്ച എന്റെ പണം കിട്ടിയില്ലെങ്കിൽ പെങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ കണ്ടില്ല കേട്ടാ. ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് പോണതല്ലേ, ആരും എടുത്തതെന്ന് അറിയില്ലല്ലോ. ശരിയാട്ടോ. ആ ഒരു ഗോൾഡ്. ഇവനിതുവരെ പോയില്ലേ? പോയടാ. എവിടുന്നാന്നറിയില്ലെന്നേ. കുറെ പാണ്ടികളൂടെ ഒന്ന് കൂടിയാണ്. ഇവനൊക്കെ രാത്രി വല്ല വീട് കുത്തി തോന്ന് പണം പണ്ടോ കടിച്ചു പോയി ആരറിയാനാ? നീ എവിടെയായിരുന്നു? കണ്ടിട്ട് കുറെ നാളായില്ല. എന്ത് പറയാനാണ്? ആകെ പെട്ടിരിക്കുക. വീടിന്റെ വാടക കൊടുത്തിട്ട് 3 മാസമായി. നാളെ വൈകുന്നേരത്തിനുള്ളിൽ കുടിശ്ശിക തീർത്ത് കൊടുത്തില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. എന്ത് ചെയ്യാനാ? വയ്യാത്ത 2 പിള്ളേരെയും കൊണ്ട് ഇതെവിടെ പോകാനാ? അലിക്ക, ഇവിടുന്ന് ഒരു 10,000 രൂപ മറിക്കാൻ കാണും. ആ ബെസ്റ്റ്. ചെണ്ട ഒന്ന് മദ്ദളത്തോട് പറഞ്ഞ വരിക.
എടാ ഞാൻ അതിലും വലിയ പടല് പെട്ടിരിക്കുക. പെങ്ങളുടെ ശ്രീധനത്തോടെ വാക്കി കൊടുത്തില്ല പറഞ്ഞ അളിയാൻ വിളിച്ചു. ഇപ്പൊ ഭീഷണിപ്പെടുത്തി വെച്ചോളൂ. വെക്കടവിടെ. ഞാൻ എപ്പോഴാ പറഞ്ഞു മരൊക്കെ സ്ഥലം വരാം. നിക്കവിടെ കടവ് നോക്കിയോട്ടെ. പൈസ എവിടെ പോയിട്ട് அன்னை பசிக்குது அன்னை. വരി സാപ്പിട്. ഈ പാണ്ഡിത്യണ്ടികളുടെ തോന്നി ഇത് പിന്നെ എവിടെ പോയി? ഇവനൊന്നൊരു കാര്യപ്പിച്ചിന് പോകാൻ കൊള്ളൂല. ശ്ശോ. ശ്ശോ. അയ്യോ, എന്റെ കാശ്, എന്റെ കാശ്. എൻ്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി വെച്ചിരുന്ന കാശാ. നാളെ വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് കാശ് തന്നില്ലെങ്കിൽ പിന്നെ നീ ആ വീട്ടിൽ കിടക്കാൻ വിചാരിക്കണ്ട. அன்னை பசிக்குது அன்னை. പണം കിട്ടിയില്ലെങ്കിൽ പെങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കും. ജീവിതം അങ്ങനെയാണ്. നാം ചിന്തിക്കുന്നതൊന്നും സംഭവിക്കുന്നതും മറ്റൊന്നും. ഇവിടെയാരും കുറ്റക്കാരായി ജനിക്കുന്നില്ല. സാഹചര്യങ്ങളാണ് നമ്മളെ കുറ്റവാളികളാക്കി മാറ്റുന്നത്. ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും ഒരു ലൂപ്പാണ്. അത് തുടർന്നു കൊണ്ടേയിരിക്കും.